എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വളരെ ദുഃഖം നിറഞ്ഞ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ദില്ലിയിലാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ എവിടെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതിൽ ഒരർത്ഥവും ഇല്ല. എന്താണ് കാര്യം എന്നുള്ളതിൽ മാത്രമാണ് അർത്ഥമുള്ളത്. കാരണം ഇന്ന് അവിടെയാണെങ്കിൽ നാളെ ഇവിടെ തന്നെ ആയിരിക്കും അടുത്തത് നടക്കുന്നത്. കാരണം ഇവിടെയും അവിടെയും എന്നൊന്നുള്ള വ്യത്യാസമൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ എല്ലായിടവും കണക്ക് തന്നെയാണ്. അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ സഹപാഠികൾ, കൂടെ പഠിക്കുന്ന കൂട്ടുകാർ ചേർന്നിട്ട്, ഒരു 3 കുട്ടികൾ ചേർന്നിട്ട് ആ കുട്ടിയെ കുത്തി കൊലപ്പെടുത്തിയതാണ് ഇപ്പോൾ ഏറ്റവും വേദന തോന്നിപ്പിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത്. കേട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ വല്ലാത്ത വിഷമം തോന്നി. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് അതിൻ്റെ കൂടെ ഒരു കൂട്ടുകാരനെയും കൂട്ടിയിട്ട് കടയിൽ പോയി, അതൊരു മൊബൈലൊക്കെ മേടിച്ചു. എന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് വേറെ 2 കൂടെ പഠിക്കുന്ന കുട്ടികളെ കണ്ടു. അപ്പോൾ ആ കുട്ടികൾ ഈ പറയുന്ന കുട്ടിയോട് മൊബൈൽ ഫോൺ വാങ്ങിച്ചതിന് ചിലവ് ചെയ്യാനായിട്ട് പറഞ്ഞു, പാർട്ടി നടത്തണമെന്ന് പറഞ്ഞു. ഇപ്പോൾ എന്തിനും ഏതിനും ഒക്കെ പാർട്ടിയാണല്ലോ. കുടുംബത്തിൽ ഒരു മരണം നടന്ന പാർട്ടി, കുടുംബത്തിൽ പുതിയൊരു കുട്ടി ജനിച്ച പാർട്ടി, ഒരു പിറന്നാൾ വന്ന പാർട്ടി, അമ്മ മരിച്ചു കഴിഞ്ഞാൽ പറയും ആ ദുഃഖം തീർക്കാൻ പാർട്ടി എന്ന് വേണ്ട എല്ലാത്തിനും, തൊടുന്നതിനും പിടിക്കുന്നതിനും അത്രയും പാർട്ടിയാണ്. ഈ പാർട്ടികൾ കണ്ടാണ് നമ്മുടെ മക്കൾ വളർന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൊബൈൽ ഫോൺ മേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ആ കുട്ടികൾ പറഞ്ഞത് അവർക്ക് പാർട്ടി നടത്തണം എന്നാണ്. അപ്പോൾ ഈ കുഞ്ഞ് അതിന് എതിർത്തു, പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ വാക്കേറ്റം കയ്യാങ്കളിയായി. ഒടുവിൽ കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടിയും കൂടി മറ്റ് 2 കുട്ടികളുടെ കൂടെ ചേർന്നിട്ട് ഈ കുഞ്ഞിനെ അതിക്രൂരമായിട്ട് കുത്തിക്കൊലപ്പെടുത്തി. എന്തല്ലേ, സത്യത്തിൽ കേട്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. കാരണം നമുക്ക് നഷ്ടപ്പെട്ട കുട്ടിക്ക് 9ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്നു. 9ാം ക്ലാസ്സിലെന്ന് പറയുമ്പോൾ 10-14 വയസ്സ് മാത്രമുള്ളൊരു കുഞ്ഞ്. എന്നാൽ അതേ കൃത്യം തന്നെ ചെയ്തിരിക്കുന്നതും അതേ പ്രായത്തിലുള്ള കുട്ടികളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഈ കുട്ടികളുടെയൊക്കെ മനസ്സിൽ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു കോഴിയെ കൊല്ലുന്ന ലാഘവത്തോടെ, ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കൊക്കെ ഒരു കോഴിയെ പോലും കൊല്ലാൻ പറ്റില്ല. ഞാനൊന്നും ഒരു കോഴിയെ പോലും കൊല്ലില്ല, നമുക്ക് പറ്റില്ല എനിക്കതിനൊന്നും. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ കൊല്ലുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ പുഴുവാണ്. കുഞ്ഞു പുഴുവിനെ, അത് വലിയ പുഴുവാണെങ്കിൽ ഞാൻ കൊല്ലത്തില്ല, പേടിയാണ്. ചെറിയ പുഴുവിനെ കുത്തിക്കൊല്ലും. അങ്ങനെയൊക്കെയാണ് നമ്മൾ. പക്ഷേ അങ്ങനെയുള്ള ഈ ഒരു കുട്ടികളുടെ മനസ്സിൽ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിൽ ഇത്രയേറെ കഠിന ഹൃദയമായിട്ട് കുഞ്ഞുങ്ങളുടെ മനസ്സ് മാറുന്നു എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ സ്കൂളിൽ കുഞ്ഞു പ്രായം തൊട്ടിലെ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം. ഒരു മാസത്തിൽ 2 കൗൺസിലിംഗ് എങ്കിലും കുട്ടികൾക്ക് കൊടുത്തിരിക്കണം, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അങ്ങനെ കുഞ്ഞു പ്രായത്തിൽ തന്നെ നിരന്തരം അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ പറയുന്നതിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇങ്ങനെ എന്നുള്ളതല്ല. നല്ല പ്രവൃത്തികൾ, നമ്മളെ സഹജീവികളെ എങ്ങനെയാണോ സ്നേഹിക്കേണ്ടത്, മുതിർന്നവരെ എങ്ങനെയാണോ ബഹുമാനിക്കേണ്ടത്, എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണുന്നത് എങ്ങനെയാണ്, എല്ലാവരെയും സഹോദരതുല്യം കാണുന്നത് എങ്ങനെയാണ്, അമ്മ പെങ്ങന്മാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു കൗൺസിലിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ കുട്ടികളെ നിർബന്ധിച്ച് അതേ ചെയ്യാവൂ, ഇതേ ചെയ്യാവൂ, ഇന്നതേ കഴിക്കാവൂ, ഇന്നതേ പാടൂ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുട്ടികളിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ജീവകാരുണ്യം, സഹജീവികളോട് കാരുണ്യം തോന്നത്തക്ക രീതിയിൽ അവരെ ബോധവൽക്കരിച്ചെടുക്കണം. അതിന് വീട്ടിൽ അച്ഛനും അമ്മയല്ല. ശരിക്കും അച്ഛനും അമ്മയെന്നും വിചാരിച്ചാൽ ഇന്നത്തെ കാലത്തെ മക്കളെ നിയന്ത്രിക്കാനൊന്നും പറ്റത്തില്ല. അവർ അച്ഛനെയും അമ്മയും വേണമെങ്കിൽ നിയന്ത്രിക്കും. അതുകൊണ്ട് അച്ഛനും അമ്മയൊന്നും ഇന്നത്തെ കാലത്ത് നോക്കുകുത്തികളായിട്ടിരിക്കാനേ പറ്റൂ. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽക്കേ കുഞ്ഞുങ്ങളെ അച്ഛനും അമ്മയും കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നില്ല.
കാര്യം കുഞ്ഞു പ്രായത്തിലെ തൊട്ട് കുഞ്ഞുങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ അങ്ങ് വെച്ച് കൊടുക്കും. ഇപ്പോഴത്തെ അമ്മമാരുടെ കാര്യമാണ്, എൻ്റെ കാര്യമല്ല. എൻ്റെ മക്കളുടെ ചെറുപ്പത്തിലേ ഒന്നും മൊബൈൽ ഫോണില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ കുറച്ച് വലുതായതിന് ശേഷം ഇറങ്ങിയതാണ് സാധാരണ ചെറിയ സെറ്റ് ഫോണ്, കുഞ്ഞു ഫോണ്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്നത്, ഇനിയുള്ള ആളുകൾക്കുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ മക്കളൊക്കെ വലിയ കുട്ടികളായി. അപ്പോൾ ഇപ്പോഴുള്ള അമ്മമാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറിയ മക്കളുടെ കയ്യിൽ, അതായത് അവർ മുട്ടുകാലിൽ എഴയുന്നതിന് മുമ്പ് തന്നെ കഴുത്തുറച്ച് ഒന്ന് ഇരിക്കാനായിട്ട് തുടങ്ങിയാൽ മതി, ആ ഒരു പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ എടുത്തങ്ങ് കൊടുക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ അമ്മമാർക്ക് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നാമത് ഈ മൊബൈൽ ഫോൺ കൊച്ചു കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്നത്. കാര്യം ഇവർക്ക് കുട്ടി കരയെ ബഹളം വയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് കുഞ്ഞിനെ എടുത്ത് വെച്ചുകൊണ്ട് ഒരു കണക്ക് ഇരിക്കേണ്ടി വരും, ജോലി അവിടെ കിടക്കും. അപ്പോൾ അടുക്കള ജോലി തീർക്കാൻ വേണ്ടിയിട്ടും അവരുടേതായിട്ടുള്ള തൂപ്പും തുടപ്പും അങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സൗകര്യത്തിന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ എടുത്ത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കും. ഒന്നുകിൽ ഗെയിം എടുത്തിട്ടിട്ട് കൊടുക്കും, അതല്ലെങ്കിൽ കാർട്ടൂണോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കുഞ്ഞിൻ്റെ കയ്യിൽ ഫോണായിരിക്കും കൊടുക്കുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ പിന്നീട് അമ്മമാർ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നേരത്ത് ഇപ്പോഴുള്ള മിക്ക കുട്ടികൾക്കും കഴിക്കാൻ മടിയാണ്. അപ്പോൾ എന്തു ചെയ്യും, ഈ മൊബൈൽ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ അതിൽ നോക്കിക്കൊണ്ട് അറിയാതെ വാ തുറക്കും. അപ്പോൾ അപ്പോഴുള്ള ആ ഒരു സുഖവും സന്തോഷവും കണ്ടിട്ട് അമ്മമാർ കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കും. പക്ഷേ അത് വലിയ ആപത്തിലാണ് പോകുന്നതെന്നുള്ള കാര്യത്തിൽ അമ്മമാർ ചിന്തിക്കുന്നില്ല. അവർ അപ്പോഴുള്ള സുഖവും സന്തോഷവും മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നീടെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഈ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഒരിത്തിരി നേരം അമ്മയ്ക്കൊന്ന് ഇരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും, കുഞ്ഞുങ്ങൾ കരയെ ബഹളം വയ്ക്കുകയോ ഉറങ്ങാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മമാർക്ക് ഫ്രീ ആവാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും അമ്മ ഫോൺ എടുത്ത് കുഞ്ഞിൻ്റെ കയ്യിലങ്ങ് കൊടുക്കും. കുഞ്ഞിൻ്റെ ഫോണും കൊണ്ടൊരിടത്തിരിക്കും, അമ്മയുടെ ഫോണും കൊണ്ടൊരിടത്തിരിക്കും. അപ്പോൾ ഇതാണ് നടക്കുന്നത്. രാത്രിയിൽ കുഞ്ഞുറക്കത്തിലാവുന്നത്, ചില കുട്ടികളൊന്നും പകൽ ഉറങ്ങത്തില്ല, ഈ മൊബൈലും കൊണ്ടങ്ങിരുന്നോളും. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ രാവും പകലും അത്രയും ഈ അമ്മമാരെക്കാളേറെ ചെറിയ കുട്ടികളാണ് ഫോണും കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ചുറ്റും ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് കണ്ണിനും കാഴ്ചക്കുറവിൻ്റെ പ്രശ്നവും ഉണ്ടാവും, റേഡിയേഷൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് പരസ്പര സ്നേഹം എന്താണ്, മുതിർന്നവരെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്നൊന്നും ഈ മക്കൾക്ക് അറിയാതെ പോവും. വീട്ടിൽ തന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുതിർന്നവരാരെങ്കിലും വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് എഴുന്നേൽക്കത്തില്ല. ആ ഫോണും വെച്ചിട്ട് അവർ ഫോണ് കണ്ടുകൊണ്ടിരിക്കുന്നിടത്ത് തന്നെ ഇരിക്കും, മൈൻഡ് പോലും ചെയ്യത്തില്ല. പക്ഷേ അങ്ങനെയല്ല കുട്ടികളെ ശീലിക്കേണ്ടത്. കുട്ടികൾ എവിടെ ഇരുന്നാലും എങ്ങനെ ഇരുന്നാലും നമ്മൾ തന്നെ ഒരു ചിട്ട ഉണ്ടാക്കിയെടുക്കണം. വീട്ടിനകത്ത് ആര് കയറി വന്നാലും കുട്ടികൾ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ബഹുമാനത്തോടു കൂടി ഒന്ന് മാറാനുള്ള ആ ഒരു ഇത് നമ്മൾ വീട്ടിൽ നിന്ന് അമ്മമാരെ പഠിപ്പിച്ചെടുക്കണം. അമ്മമാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിലുള്ള മുതിർന്നവരാരാണെന്ന് വെച്ചാൽ അതൊന്ന് പഠിപ്പിച്ചെടുക്കണം. എന്നാലല്ലേ സഹജീവികളെ ബഹുമാനിക്കാനൊക്കെ കുട്ടികൾ മനസ്സിലാവത്തുള്ളൂ. ഇനി അഥവാ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും ഇപ്പോഴുള്ള കുട്ടികൾ എന്താണ്, വീട്ടിലെ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരറിയുന്നില്ല, അവരാ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഇരിക്കും ആ മൊബൈൽ ഫോണും കൊണ്ട്. ആ മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാൻ പോലും അവർക്ക് പറ്റത്തില്ല. ഈ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ മൊബൈൽ ഫോണിൽ തന്നെ കൈ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് അവരാരുടെയും മുഖത്ത് നോക്കാതെയാണ് ഇങ്ങനെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ ആ ഹായ് എന്നിങ്ങനെ പറയുന്നത്. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ട് ആ വാ ഊ എന്ന് തന്നെ പറയും. എന്ന് പറയും. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ കുട്ടികളെ അങ്ങനെ വളരുമ്പോഴത്തേക്ക് ഈ കുട്ടികൾക്ക് ആരോട് സ്നേഹമില്ലാതെ വരികയാണ്, അവരുടെ മനസ്സിൽ കരുണ ഇല്ലാതാവുകയാണ്, അവർക്ക് ആരെയും സ്നേഹിക്കാൻ അറിയാതെ പോവുകയാണ്, സഹജീവികളെ സ്നേഹിക്കാൻ അവർക്കറിയാതെ പോകുന്നു. ഇത് അമ്മമാർ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പലരും ചോദിക്കും അമ്മമാർക്ക് പറഞ്ഞു കൊടുത്തുകൂടെയെന്ന്. ഇപ്പോഴത്തെ കുടുംബം എന്ന് പറഞ്ഞാൽ അണുകുടുംബമാണ്, പണ്ടത്തെ കണക്ക് ഒത്തിരി ആളും പേരും ഒന്നുമില്ല. ഇപ്പോൾ അമ്മമാരാണെങ്കിൽ നേരം വെളുക്കുമ്പോൾ എണീച്ച് പണിക്ക് പോകുന്നു, അച്ഛനൊപ്പം തന്നെ അമ്മയും ജോലിക്ക് പോകുന്നു. ഇനി വീട്ടിലാണ് അമ്മ ഇരിക്കുന്നതെങ്കിൽ രാവിലെ എണീച്ച് വരുന്നു, പിടച്ചടിച്ച് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ അന്നത്തി കാച്ചി കോരി കൊടുത്തിട്ട് അമ്മ ഫോണും കൊണ്ട് ഒരിടത്തിരിക്കുന്നു. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് എവിടെയാ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്
നേരം. ശരിക്കും ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ ഉള്ളത് വലുതായിട്ട് ചെന്നിട്ട് പറഞ്ഞിട്ട് കതിരിമേ കൊണ്ടൊന്ന് വളം വയ്ക്കരുതെന്ന് പണ്ടുള്ളവർ പറയും. ആ ടൈപ്പിൽ ചെന്ന് വളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കുഞ്ഞു കുട്ടി പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. 1 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങളോട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറഞ്ഞു കൊടുക്കണം, പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ. തുടക്കം പിഴച്ചാൽ ഒടുക്കം പിഴച്ചെന്നാണ്. മുതിർന്നവരെ കാണുമ്പോൾ സ്നേഹത്തോടെ ചിരിക്കാനും ഉമ്മ വയ്ക്കാനും ഒക്കെ നമ്മൾ പഠിപ്പിക്കൂലേ കുഞ്ഞുങ്ങളെ? അതുപോലെ എല്ലാ കാര്യങ്ങളും ആരെങ്കിലും വരുമ്പോൾ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ പഠിപ്പിക്കണം. ഒരു പട്ടിക്കുഞ്ഞിനാണെങ്കിലും സുഖമില്ലെങ്കിൽ അതിന് ആഹാരം കൊടുക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. വീട്ടിൽ ഒരു പൂജാമുറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ. അങ്ങനെ ഒരുപാട് അറിയേണ്ട കാര്യങ്ങൾ പലതും നമ്മളിന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പര സ്നേഹം എന്താണെന്ന് അറിയാതെ പോകുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ വീട്ടിലൊരു അമ്മയ്ക്കോ അച്ഛനോ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും വ്യക്തമായിട്ട് പറയാനും മനസ്സിലാക്കാനും പറ്റുന്നത് സ്കൂളിലെ ടീച്ചർമാർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് പല കുട്ടികളും എന്തൊക്കെ പീഡനങ്ങൾ ഏറ്റുകഴിഞ്ഞാലും വീട്ടിൽ പറയില്ല. പലതും ടീച്ചർമാർ ചോർത്തിയെടുത്തിട്ടാണ് പിന്നീട് അവരത് കേസാക്കുകയോ വീട്ടിൽ അറിയിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിലെന്ന് വെച്ചാൽ കുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്കൂളിൽ കൗൺസിലിംഗ് നിർബന്ധമാക്കണം. 1 മാസത്തിൽ 2 കൗൺസിലിംഗ് മതി ഓരോ ക്ലാസ്സിലെയും കുട്ടിക്ക് കൊടുക്കുക. കൗൺസിലിങ്ങിലെന്ന് പറഞ്ഞാൽ നീ അതെടുക്കരുത്, ഇതെടുക്കരുത്, ഇത് തിന്നരുത്, അത് തിന്നരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അങ്ങനല്ല. അതല്ല ഉദ്ദേശിക്കുന്നത്. ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മളൊരാളെ നോവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോവുന്നത് പോലെയാണ് മറ്റൊരാൾക്കും നോവുന്നത്. വേദന എല്ലാ ജീവികൾക്കും ഒരുപോലെയാണ്. അതൊരു ഉറുമ്പിനായാലും ആനയ്ക്കായാലും മനുഷ്യനായാലും എല്ലാത്തിനും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ മക്കളെ പഠിപ്പിച്ചെടുക്കണം. അത് സ്കൂളിൽ നിന്ന് കിട്ടണം കുഞ്ഞുങ്ങൾക്ക്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു മൊബൈൽ ഫോൺ മേടിച്ചതിൻ്റെ പേരിൽ പാർട്ടി നടത്തിയില്ലെന്ന് പറഞ്ഞൊരു കുഞ്ഞിനെ കൊന്നു. അതും അതേ പ്രായത്തിലുള്ള കുട്ടികൾ. രാത്രിയിൽ അതുവഴി വന്ന നമ്മുടെ പോലീസുകാരാണ് കണ്ടത് ഈ കുട്ടിയെ ഇങ്ങനെ ഈ ഒരു സംഭവം. കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അവിടെ വെച്ചെറിഞ്ഞെടുത്തോളം. അപ്പോൾ ഇതൊക്കെയാണ് ഈ കാര്യങ്ങൾ. ഇന്നത്തെ കാലം ഒട്ടും ശരിയല്ല. ഒരുപാട് മുന്നേ പോവുകയാണ് കാലം. എന്താ ചെയ്യുകയെന്ന് പറയാം. കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു കുട്ടിയൊക്കെ കാണുള്ളൂ. ഒരുപാട് കുട്ടികളൊന്നും കാണില്ല, 1-2 കുട്ടികൾ. ഇപ്പോഴത്തെ കാറ്റഗറിയിൽ കുഞ്ഞുങ്ങൾ വളരെ കുറവാണ്. പ്രത്യേകിച്ചും ഹൈന്ദവ ജനതയിൽ കുട്ടികൾ കുറവാണ്. എന്തു തന്നെയാണെങ്കിലും വളരെ വേദനയുള്ള ഒരു സംഭവമായിപ്പോയി ഇത്. കേട്ടപ്പോൾ തന്നെ നിങ്ങളിൽ എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. ദയവ് ചെയ്ത് ഈ കുഞ്ഞുങ്ങളോട് നമ്മൾ എന്ത് പറയാനാണ്? നമ്മുടെ മക്കൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള തെറ്റുകളിലൊന്നും ചെന്ന് ചാടാതിരിക്കട്ടെ. നമ്മളെ വീട്ടിൽ ആദ്യം അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ, നമ്മൾ ഈ തുപ്പുമ്പോഴും ഒക്കെ നിങ്ങൾ പാർട്ടി നടത്താനായിട്ടിരിക്കല്ലേ. ഏതിനും പാർട്ടി നടത്തുമ്പോൾ ആ കുട്ടികൾ അതാണ് കണ്ടു വളരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് തോന്നുന്നത് മൊബൈൽ ഫോൺ മേടിച്ചു, അപ്പോൾ പാർട്ടി നടത്തണം. അതായത് വീട്ടിൽ തന്നെ ഇതല്ലേ, എന്തെങ്കിലും ഒരു കുഞ്ഞൊരു സംഭവം ഉണ്ടായാലും അപ്പോഴേ പാർട്ടിയാണ്. ഈ ആണുങ്ങൾക്ക് അത്രയും സന്തോഷം കണ്ടെത്തുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പാർട്ടിയിലാണ്. ഇപ്പോൾ ആണുങ്ങൾ ചിലപ്പോൾ ഇതായിരിക്കും പാർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അവർക്ക് സന്തോഷം. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല വസ്ത്രമോ നല്ലൊരു നൈറ്റി വാങ്ങിച്ചാലും മതി. അത് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അതേസമയത്ത് കുട്ടി മദ്യപിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല, അവർക്ക് എന്തെങ്കിലും കഴിക്കാനായിരിക്കും പാർട്ടി എന്ന് ഉദ്ദേശിച്ചത്. എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ആ പൊന്നുമോൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ആ അച്ഛനും അമ്മയ്ക്കും ഇല്ലാണ്ട് പോയി. അത്രയേ ഉള്ളൂ. ഇതിനെ ഒരു നിസ്സാരമായിട്ട് കാണണ്ട. ഇന്ന് ദില്ലിയിൽ നടന്നെങ്കിൽ നാളെ നമുക്കിടയിൽ നടന്നുകൂടായികയില്ല. എല്ലാവരും കരുതിയിരിക്കുക. കുഞ്ഞുങ്ങൾക്ക് നല്ലത് ഉപദേശിച്ചു കൊടുക്കുക. ഈ പാർട്ടിയുടെ ഒന്നും പിറകെ പോകരുതെന്ന് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പാർട്ടിയൊന്നുമല്ല.
ജീവനാണ് വലുത്, ജീവിതമാണ് വലുത്. ആ കുഞ്ഞിൻ്റെ ജീവൻ എടുത്ത ആ 3 കുട്ടികളുടെയും ജീവിതം ഇപ്പോൾ എന്തായിട്ടുണ്ടാവും? അപ്പോൾ ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. ബൈ.